ഇതാണ് പട്ടാളക്കാരുണ്ടാക്കിയ പാലം. ഇതിലെ പാലം ഉണ്ടായിരുന്നു ഈ നദിക്ക് കുറുകെ. പക്ഷെ അത് ഈ ഉരുൾപൊട്ടലെല്ലാം കൂടെ വന്നപ്പോൾ അങ്ങ് ഒലിച്ചു പോയി. അപ്പം അങ്ങോട്ട് പോയി ആളുകളെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പോകും, നദിയല്ലേ, പാലം പൊളിഞ്ഞു പോയി. അപ്പൊ എന്തോ ചെയ്തു, ആൾക്കാർ വന്നിട്ട് ഈ പാലം ഉണ്ടാക്കുകയും പറ്റും. രാത്രിക്ക് രാത്രി പണി വരും. 2024 ജൂലൈ 30 കേരളത്തിന് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണത്. അന്നാണ് വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ ഉരുൾപൊട്ടി 400-ലധികം ആൾക്കാർ നമുക്ക് നഷ്ടമായത്. ഇന്നും 150-ലധികം ആൾക്കാരെ കണ്ടുകിട്ടിയിട്ടില്ല, അവരെ കാണാതായെന്നാണ് പറയുന്നത്. ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്, ചൂരൽമലയിൽ. അന്ന് നിറഞ്ഞൊഴുകുന്നതായിട്ട്, ഭ്രാന്തമായി ഒഴുകുന്നതായി നമ്മൾ കണ്ട പുഴയാണിത്. അതിപ്പം വറ്റി വരണ്ടിരിക്കുകയാണ്. അന്ന് ഉരുണ്ടു വന്ന വലിയ പാറകളൊക്കെ ഇപ്പോഴും കാണാം. ഈ വശത്ത് കാണുന്നത് അന്ന് രാത്രിക്ക് രാത്രി കേരളം മുഴുവൻ ഉറങ്ങാതിരുന്ന് കണ്ട ഒരു ദൃശ്യമായിരുന്നു. പട്ടാളക്കാരെത്തി പണിഞ്ഞ ബെയിലി പാലം. ഈ ഒരു നദിക്ക് കുറുകെ ഒരു പാലം ഉണ്ടായിരുന്നു. അന്ന് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടി ഇതെല്ലാം കൂടെ ഒഴുകി വന്നപ്പോൾ ഒലിച്ചു പോയതായിരുന്നു ആ പാലം. രക്ഷാപ്രവർത്തകർക്കോ സന്നദ്ധ പ്രവർത്തകർക്കോ ഒന്നും ഈ ദുരിതം നടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയാത്ത വിധം ഈ പുഴ നിറഞ്ഞൊഴുകുകയും പാലം തകർന്നു പോവുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് നമ്മൾ പട്ടാളത്തിൻ്റെ സൈനികരുടെ സഹായം തേടുന്നതും അവർ ഇവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തുകയും ഈ ബെയിലി പാലം നിർമ്മിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇവിടെ രക്ഷാപ്രവർത്തകർക്ക് ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞത്. ഈ ഒരു ദുരന്ത സ്ഥലത്ത് നമ്മൾ വയനാട് എത്തിയപ്പോൾ വന്നതിന് പ്രധാനമായ ഒരു കാരണം, വാർത്തയിൽ വരുന്ന ഇത്തരം ദുരന്തങ്ങൾ നെഗറ്റീവെന്ന് നമ്മൾ പലപ്പോഴും ലേബൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കുട്ടികളുമായി പങ്കുവയ്ക്കണോ വേണ്ടയോ? തീർച്ചയായും അവരതൊക്കെ അറിഞ്ഞു വളരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് ഒരു ബോധത്തോടു കൂടി തന്നെ വേണം നമ്മുടെ കുഞ്ഞുങ്ങൾ വളരാൻ. എന്നാൽ മാത്രമേ എമ്പതി അല്ലെങ്കിൽ സഹാനുഭൂതി അവരുടെ ഉള്ളിലുണ്ടാവൂ. സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മൾ പറയുന്ന നല്ല നല്ല കഥകളും മാത്രമല്ല, ചുറ്റും ഒരുപാട് മനുഷ്യരനുഭവിക്കുന്ന വേദനകളും ഈ പ്രകൃതിയിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങളുമൊക്കെ അറിഞ്ഞു വളർന്നെങ്കിൽ മാത്രമേ ഉത്തമമായ പൗരന്മാരായി അവർക്ക് വളരാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല നല്ല മാനേഴ്സും ഗുഡ് ക്വാളിറ്റീസും ഉള്ള ആളുകൾ മാത്രമല്ല കുഞ്ഞുങ്ങൾ. അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ തന്നെ പ്രധാനമാണ് ഇത്തരം അനുഭവങ്ങളും ഇത്തരം കാഴ്ചകളും അവരിൽ രൂപപ്പെടുത്തുന്ന ഒരു മച്യൂരിറ്റി. അതിന് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ അടുത്ത് തന്നെ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുണ്ടായി. പല അമ്മമാർക്കും അച്ഛന്മാർക്കും കെയർ ഗീവേഴ്സിനുള്ള ഒരു സംശയമാണ്. അതൊക്കെ നമ്മൾ ടി വിയിലും മറ്റും കാണുമ്പോൾ, പത്രത്തിലും മറ്റും ചിത്രങ്ങൾ കാണുമ്പോൾ ഇത് നമ്മൾ കുഞ്ഞുങ്ങളോട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് എത്രത്തോളം മനസ്സിലാകുമോ അത്രയും നമ്മൾ ജഡ്ജ്മെൻ്റലായിട്ടോ ആരുടെയെങ്കിലും പക്ഷത്ത് നിന്നോ കാര്യങ്ങൾ പറയാതെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വ്യക്തത അവർക്ക് കൊടുക്കണം. അതെല്ലാം അറിഞ്ഞു തന്നെയാണ് വളരേണ്ടത് കുഞ്ഞുങ്ങൾ. ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. 14 കൊല്ലം ഏഷ്യാനെറ്റ് ന്യൂസിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ന്യൂസ് ഡെസ്കിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പത്രങ്ങൾ കാണിച്ചും ഏഷ്യാനെറ്റ് ന്യൂസിലെ റിപ്പോർട്ടുകൾ കാണിച്ചും ഒക്കെ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു എന്താണ് സംഭവിക്കുന്നത്. അന്ന് എൻ്റെ മക്കൾക്ക് 3 വയസ്സും 5.5 വയസ്സും ഒക്കെ പറയാം. ആ ഒരു പ്രായത്തിലും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു കൃത്യമായും എന്താണ് സംഭവിച്ചത്. ഇത്ര കുഞ്ഞുങ്ങൾ അവർ പഠിച്ചിരുന്ന ഒരു സ്കൂള്, ഈ ചൂരൽമല സ്കൂളിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടാവും. അതെങ്ങനെയാണ് തകർന്നു പോയത്? അത് തകർന്നു പോയപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളില്ലാതായി. ഇവരെല്ലാം ശ്രദ്ധയോടെ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അവരിത് എത്രത്തോളം അവർ ഉൾക്കൊണ്ടുവെന്ന് എനിക്ക് മനസ്സിലായത് അന്ന് രാത്രി കിടന്നുറങ്ങാൻ നേരം എൻ്റെ മോൻ ഒരു വിതുമ്പലോടെ എന്നോട് ചോദിച്ചായിരുന്നു, എവിടെ അമ്മ ഇനി ആ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ സ്കൂളിൽ പോകും, അവരെവിടെ പോയി പഠിക്കുമെന്ന്. അപ്പോൾ അതൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നുള്ളതിൻ്റെ തെളിവാണിത്.
ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെല്ലാ സൗകര്യത്തോടും കൂടി നമ്മുടെ വീടിൻ്റെ കംഫർട്ടിലിരിക്കുമ്പോൾ അതൊന്നും ഇല്ലാതെ ചില കുഞ്ഞുങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് അവരറിയണം, അറിഞ്ഞ് തന്നെ വളരണം. അതാണ് അവരുടെ എല്ലാ രീതിയിലുമുള്ള വളർച്ചയ്ക്ക് ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു തന്നെ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള വിവരങ്ങൾ അവർക്ക് നൽകുക തന്നെ വേണം. അങ്ങനെ വേണം നമ്മുടെ കുഞ്ഞുങ്ങൾ വളരാൻ.